ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ട് ഗുസ്തി താരങ്ങൾ നടത്തിവരുന്ന സമരം തുടരുകയാണ്. ബ്രിജ്ഭൂഷൺ രാജിവെച്ചില്ലെങ്കിൽ പോലീസിൽ പരാതി നൽകാൻ ഉൾപ്പെടെ അവർ ആലോചിക്കുന്ന സാഹചര്യമുണ്ട്. ഇന്ന് സുപ്രധാനമായ ഒരു ദിവസമാണ്. കേന്ദ്രമന്ത്രി അവരുമായി ചർച്ച നടത്തുന്നുണ്ട്. ബ്രിജ്ഭൂഷൺ മാധ്യമങ്ങളെയൊക്കെ കാണാനിരിക്കുന്നുണ്ട്. വിശദമായ വാർത്തകൾ മനു ഭരത് നൽകും. മനു, ആകെ കുഴഞ്ഞു മറിയുന്ന സാഹചര്യമാണ് ഇപ്പോൾ. ബ്രിജ്ഭൂഷൺ കായിക താരത്തെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരിക്കുകയാണ് അല്ലേ? കൂടുതൽ പ്രതിരോധത്തിലാകുന്നു. എന്തിനായിരിക്കും വാർത്താ സമ്മേളനം? ഒരു രാജ്യപ്രഖ്യാപനം പ്രതീക്ഷിക്കാമോ നമുക്ക്? രാജ്യപ്രഖ്യാപനം അല്ലാതെ ബ്രിജ്ഭൂഷണ് മുന്നിൽ ഇപ്പോൾ ഒരു വഴിയില്ല. അടുത്ത് നടക്കാനിരിക്കുന്ന നാഷണൽ കൗൺസിലിൽ അദ്ദേഹം രാജിവെക്കും എന്ന സൂചനകൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. കാരണം ഈ പ്രതിഷേധം വലിയ തോതിൽ ശക്തിയാർജിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാഷ്ട്രീയ നേതാക്കളൊക്കെ പിന്തുണ പ്രഖ്യാപിച്ചെത്തി. പ്രിയങ്ക ഗാന്ധി എത്തി, അതുപോലെ പോളിറ്റ് ബ്യൂറോ അംഗം ഒരു നിർദ്ദേശം രാജിയിലേക്ക് പോകണമെന്നൊരു നിർദ്ദേശം നേതൃത്വം നൽകിയിട്ടുണ്ടാവും. കേന്ദ്ര സർക്കാർ ഇത് വളരെ ശക്തമായി തന്നെ എടുക്കുകയാണ്. 72 മണിക്കൂറിനകം കൃത്യമായ റിപ്പോർട്ട് നൽകിയില്ലെങ്കിൽ ഇതിൽ നടപടിയിലേക്ക് നീങ്ങാം എന്ന തലത്തിൽ തന്നെയാണ്. അനുരാഗ് ഠാക്കൂർ വളരെ ശക്തമായി തന്നെ ഗുസ്തി താരങ്ങൾക്കൊപ്പം നിലയുറപ്പിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. രാഷ്ട്രീയ നേട്ടം മറ്റുള്ളവർ കൊണ്ടുപോകരുത് എന്നൊരു തീരുമാനം ഉണ്ടാവില്ലേ? ഇതിൽ നിന്ന് ആരെങ്കിലും രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കരുത് എന്ന സ്വാഭാവികമായും അങ്ങനെയൊക്കെ കരുതുന്നുണ്ടാവും. പക്ഷേ ഗുസ്തി താരങ്ങളും ആ നിലപാട് തന്നെയാണ് വെച്ചിരിക്കുന്നത്. രാഷ്ട്രീയമായി ഈ ഒരു സമരത്തെ കാണേണ്ടതില്ല. അതുകൊണ്ടാണ് ബൃന്ദ കാരാട്ടിനോ പോലുള്ളവർ വേദിയിലേക്ക് വന്നപ്പോൾ അവരോട് സദസ്സിലിരുന്നു കൊണ്ട് ഇതിന് പിന്തുണ പ്രഖ്യാപിക്കാനാണ് ആവശ്യപ്പെട്ടത്. കാരണം ഇതിനു മുമ്പ് അത് കണ്ടത് കർഷക സമരത്തിലാണ്. അതെ, സമാനമായ രീതിയിലാണ് ഇപ്പോൾ ഒരു സമരം. കായിക മേഖല ഇത്തരം വലിയ തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രധാനപ്പെട്ട താരങ്ങൾ അവർ ഇത്തരം സമ്മർദ്ദങ്ങൾക്ക് വിധേയരാകുമ്പോൾ അത് നമ്മുടെ മൊത്തത്തിലുള്ള ഒരു കായിക സങ്കല്പത്തെ, കായിക രംഗത്തെ പ്രവർത്തനങ്ങളെ എല്ലാം പൂർണ്ണമായി ബാധിക്കുന്നൊരു സാഹചര്യമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ദേശവ്യാപകമായി ഇതിന് പിന്തുണയും ഈ സമരത്തിന് ലഭിക്കുന്നുണ്ട്. ശരി, എന്തായാലും ഇന്ന് അനുരാഗ് ഠാക്കൂർ ചർച്ച നടത്താനിരിക്കുന്നതിന് മുൻപെയാണ് വാർത്താ സമ്മേളനം. ഇന്നലെ രാത്രി ഈ കായിക മന്ത്രിയുമായി പുലർച്ചെ 2 മണിവരെ താരങ്ങൾ ചർച്ച നടത്തി. ഒട്ടനവധി കാര്യങ്ങൾ അവർ മന്ത്രിയെ ധരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അനുകൂലമായൊരു നിലപാട് ഉണ്ടായിട്ടില്ല. പക്ഷേ എങ്കിലും അതിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നും ആ ചർച്ചകൾ തുടരും. അതിൽ 12 മണിക്ക് ഇത് തനിക്കെതിരെയുള്ളൊരു രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നാണ് ബ്രിജ്ഭൂഷൺ ആരോപിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം അദ്ദേഹം വ്യക്തമാക്കിയിരുന്നതിന് കൂടുതൽ കാര്യങ്ങൾ ഇന്ന് 12 മണിയോടുകൂടി പറയുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും അത് നമുക്ക് ഇനി അല്പസമയം മാത്രമേ ഉള്ളൂ. എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് ശരി, എന്തായാലും 12 മണിയോടെ ബ്രിജ്ഭൂഷൺ എന്താണ് പറയാനുള്ളത് എന്ന് വ്യക്തമാകും. പിന്നൊന്ന് അനുരാഗ് ഠാക്കൂർ ഇന്ന് നടത്തുന്ന ചർച്ചയാണ്. അതിൽ ഈ വാർത്താ സമ്മേളനത്തിന് ശേഷം ലഭിക്കുന്ന വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലൊക്കെ ആയിരിക്കും ആ ചർച്ചകൾ. എന്തായാലും കൃത്യമായ നടപടിയില്ലെങ്കിൽ പോലീസിൽ ഉൾപ്പെടെ പരാതി നൽകി ശക്തമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് താരങ്ങൾക്ക് ഉള്ളത്.